ഹലോ. അപ്പം നമ്മളിന്ന് ഒരു നാടൻ വറുത്തരച്ച അയലക്കറി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ആദ്യം അരപ്പ് തയ്യാറാക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ, പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ട് വാട്ടുക. അതിനുശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി വാട്ടിയെടുക്കുക. നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കറിക്ക് ആവശ്യമുള്ള തേങ്ങ ചേർക്കാം. തേങ്ങയും ചേർത്ത് തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടി ചേർക്കണം. മസാലപ്പൊടി നമ്മളിവിടെ മുളക് പൊടി, മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ലക്ഷ്മി ചേച്ചി പറയുന്ന പോലെ മഷി പോലെ അരച്ചെടുക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മുടെ നാടൻ അടുപ്പിലാണ് കറി ഉണ്ടാക്കാൻ പോണത്. മൺചട്ടി വെച്ച് ചട്ടി നല്ല ചൂടായതിന് ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി അതിലേക്ക് ഇടുക. ഇഞ്ചി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് സവോള ചേർക്കാം. ഒരു സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവോള, തക്കാളി, പച്ചമുളക് ഇവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിക്കാം. നമ്മുടെ കറിക്ക് ആവശ്യമുള്ള പുളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ പുളിയാണ് കേട്ടോ. നാടൻ വാളൻ പുളിയാണ്. അപ്പോൾ പുളി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും താളിച്ച് ഒഴിക്കാം.